നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം തിരിച്ചറിയുക. ഇതൊരു മോട്ടിവേഷണൽ കഥയാണ്. ഒരു സിംഹി പ്രസവിച്ച് ഉടൻ തന്നെ മരിച്ചു. ആ നിമിഷം അതുവഴി ഒരു കൂട്ടം ആടുകൾ കടന്നു പോവുകയായിരുന്നു. ആശയക്കുഴപ്പത്തിലായ സിംഹക്കുട്ടി ആട്ടിൻകൂട്ടത്തോടൊപ്പം ചേർന്നു. ആടുകൾക്കൊപ്പം ജീവിച്ച് സിംഹക്കുട്ടി അവരെ പോലെ പെരുമാറാൻ തുടങ്ങി. അത് മാംസം കഴിക്കാതെ പുല്ല് തിന്നു. സിംഹങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്നോ ഗർജിക്കുന്നതെന്നോ അതിന് അറിയില്ലായിരുന്നു. ആടുകൾക്കിടയിൽ വളർന്നതിനാൽ അതൊരു ആടാണെന്ന് സ്വയം വിശ്വസിച്ചു. കാലം കടന്നുപോയപ്പോൾ സിംഹക്കുട്ടി ഒരു യുവസിംഹമായി വളർന്നു. അതൊരു ചെമ്മരിയാടാണെന്ന് വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വയസ്സൻ സിംഹം ഈ യുവസിംഹത്തെ കാണുകയും അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. എന്തുകൊണ്ടാണ് ഒരു യുവസിംഹം ചെമ്മരിയാടുകൾക്കൊപ്പം ചുറ്റിക്കറങ്ങുന്നതെന്നോർത്ത് അവൻ അത്ഭുതപ്പെട്ടു. യുവസിംഹത്തോട് സംസാരിച്ച് കാര്യങ്ങൾ എന്താണെന്നറിയാൻ വയസ്സൻ സിംഹം തീരുമാനിച്ചു. അവൻ ചെമ്മരിയാടുകളുടെ കൂട്ടത്തെ ആക്രമിച്ചപ്പോൾ അവ ഭയന്ന് ഓടിപ്പോയി. യുവസിംഹവും അവരോടൊപ്പം ഓടി. കുറച്ചു നേരത്തെ പിന്തുടരലിനു ശേഷം വയസ്സൻ സിംഹം യുവസിംഹത്തിൻ്റെ അടുത്തെത്തി. വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് യുവസിംഹം യാചിച്ചു, ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. ഞാനൊരു സാധാരണ ചെമ്മരിയാടാണ്. വയസ്സൻ സിംഹം അമ്പരന്നുപോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ യുവസിംഹത്തെ പതുക്കെ ഒരു നദിയിലേക്ക് തള്ളിമാറ്റിയിട്ട് പറഞ്ഞു, നീ വെള്ളത്തിൽ നിന്നെ തന്നെ നോക്കൂ. ശാന്തവും തെളിഞ്ഞതുമായ നദിയിലെ വെള്ളത്തിൽ യുവസിംഹം അതിൻ്റെ പ്രതിബിംബം കണ്ടു. ആദ്യമായി അതിന് ഒരു ആടായി തോന്നിയില്ല, സിംഹമായിട്ടാണ് തോന്നിയത്. ആ നിമിഷം ആ യുവസിംഹം സത്യം തിരിച്ചറിഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഒരു സിംഹമായിരുന്നു. പുതുതായി നേടിയ ഈ തിരിച്ചറിവോടെ അത് കാട് മുഴുവൻ മുഴങ്ങിയ ഒരു ശക്തമായ അലർച്ച പുറത്തുവിട്ടു. ആ അലർച്ച യുവസിംഹത്തിന് അതിൻ്റെ യഥാർത്ഥ വ്യക്തിത്വവും ശക്തിയും തിരിച്ചറിയാൻ സഹായകമായി. മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തിപ്രവാഹം അതിനനുഭവപ്പെട്ടു. ഒരു ആടിനെ പോലെ ജീവിച്ചത് അതിൻ്റെ യാഥാർത്ഥ്യമായിരുന്നില്ല, അത് ഒരു മാനസിക കെണി മാത്രമായിരുന്നു. ഈ കഥയ്ക്ക് ഒരു ആഴത്തിലുള്ള സന്ദേശമുണ്ട്. സമൂഹം നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച വ്യാജമായ ബലഹീനതയെ കുടഞ്ഞെറിയുക. ഈ കഥയിലെ സിംഹത്തെ പോലെ നിങ്ങളും ഭയമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ആടുകൾക്കിടയിൽ മാനസികമായി കുടുങ്ങിക്കിടക്കുകയാണ്. ധീരരായവർ പോലും ഭയമുള്ളവരായി മാറിയേക്കാം. പക്ഷേ നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്തുകയും നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെ സ്വീകരിക്കുകയും ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ സിംഹത്തെ പോലെ ഗർജിക്കുകയും നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം കണ്ടെത്തുകയും ചെയ്യും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.